ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ഖനുള്ള വീഡിയോ ആയിട്ടാണ് വന്നത്. ഖന മീൻസ് കണ്ടില്ലേ, മുഖത്ത് കിൻഡൽ തൂക്കിച്ച് വേറൊന്നും കൊണ്ടല്ല. ഇപ്പുറത്തെ ഒരാൾ ഫോണിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഓക്ക് കൊടുക്കുന്നില്ല എന്നാണ്. രണ്ടു മക്കൾക്ക് ഞാൻ അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. അതിൽ അഡിക്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഖനാണ് ഫസ്റ്റ് തന്നെ. ഓളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ ഓൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓളെ ഞാൻ അങ്ങനെ ബസ്സിലൊന്നും കൊണ്ടുപോകലൊന്നുമില്ല, എങ്ങോട്ടേക്കും അങ്ങനെ പോവലില്ല. സ്വതവേ നമ്മളങ്ങനെ എങ്ങോട്ട് പോവലൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ പിന്നെ അങ്ങാടിക്കൊക്കെ ഒന്ന് പോകും, കൊടുവള്ളി ഒന്ന് പോകും, അത്ര വരെ പോകുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ബസ് കയറേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓൾ എങ്ങോട്ട് പോവില്ല. ഈ ബസ് കയറിയതിന് ശേഷം ഇവർക്ക് എന്തോ ഒരു അത്ഭുതം പോലെ എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ബസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഓടുക, ഇരിക്കുന്നില്ല. അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ട് ഫോൺ കൊടുത്തതാണ്. അപ്പം മറ്റൊക്കെ അതിൻ്റെ മുഖത്ത് അറിയാനുണ്ടല്ലോ, അത് കിൻഡലാക്കി വെച്ചതാണ്. ഒക്കെ കൊടുക്കുന്നുണ്ട്. വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുതിനാണ് കൊടുത്തതെങ്കിലും വലുതിന് ഭയങ്കര കനാണ്, കിൻഡലൊക്കെ ആണ്. നോക്കട്ടെ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പോവാണ് കേട്ടോ. നമ്മൾ ഉമ്മാനെയും കൊണ്ട് കോഴിക്കോടൊക്കെ ഒന്ന് പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പിലേക്കാണ് പോയത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്, ബസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു ഷോപ്പിലേക്കാണ് പോയത്. ഉച്ചയ്ക്ക് തന്നെ പോയിട്ട് നേരത്തെ വെച്ചൊരു 12:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് തന്നെ ബീച്ചിൽ പോയി ഇരിക്കുക അറിയുമ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഷോപ്പിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് നമുക്ക് മാക്സി, എനിക്ക് 2 ടോപ്പൊക്കെ എടുത്ത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് കൊടുവള്ളി പോയിട്ട് 2 സാധനം എന്ത് വേണമെങ്കിലും വാങ്ങൽ, എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലാതെ ഇങ്ങനെ ടൗണിലൊന്നും പോയിട്ട് അങ്ങനെ എടുക്കില്ല. അപ്പം നമുക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ടൗണിൽ പോകണം, എന്താ പറയുക, ഇങ്ങനെ ബീച്ചിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഉമ്മൻ്റെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഉമ്മൻ്റെ നടത്തത്തിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. ഫീമർ ബോണിൻ്റെ മുകളിലുള്ളൊരു ബോളുണ്ട്, ആ ബോളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം സർജറിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ ഉമ്മ ചെയ്യാൻ സമ്മതിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അന്ന്. അതുകൊണ്ട് തന്നെ ഉമ്മ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെ നടത്തും. നല്ല വേദനയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബസ് കയറാനാവില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഉമ്മനെയും കൊണ്ട് എങ്ങോട്ട് പോകാൻ കഴിയാത്ത. നമ്മൾ കാറൊന്നുമില്ല, ബസ്സിലാണ് പോവേണ്ടത്. അപ്പോൾ ബസ് പോകണമെങ്കിൽ നമുക്ക് ഉമ്മാനെയും കൊണ്ട് ബസ് കയറാൻ കഴിയില്ല. അന്ന് തന്നെ ഞങ്ങൾ ഒരുപാട് ബസ് കയറിയതിന് ശേഷമാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് എത്തിക്കിട്ടിയത്. അത്രയും ബസ് കയറിയിരിക്കുന്നത്. ബസ് കയറാൻ നോക്കും, പക്ഷെങ്കിൽ കയറാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് കയറാൻ കഴിയില്ല. ഉമ്മൻ്റെ കാല് എന്താ പറയുക, പൊന്തി അതിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് ഞാനൊന്ന് പൊക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഒരു ബസ് കയറിയത് KSRTCയിലാണ് പോയതും. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്ത് അമ്മനെയും കൊണ്ട് അവിടെയൊക്കെ പോയി ബീച്ചിലെത്തിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഉമ്മ കുറേ വെള്ളത്തിലൊക്കെ ചവിട്ടി ഉമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബോട്ട് വന്നിന്, അതിൽ കയറണം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായി. പക്ഷെ കാല് തീരെ പൊന്തൂല. ഉമ്മനെ എടുത്ത് അതിലേക്ക് വെക്കണം. പക്ഷെ അതെനിക്ക് എന്തായാലും നടക്കൂലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാനും മക്കളും മാത്രമേ പോയുള്ളൂ ഉമ്മൻ്റെ വയ്യേക്ക്. അപ്പം എനിക്കത് നടക്കില്ല. അപ്പം ഇനി എപ്പോഴെങ്കിലും പോവാം ഇൻഷാ അള്ളാ. ആരെങ്കിലും കൂട്ടി പോകുന്നേരം ഉമ്മനെ അതിലെടുത്ത് വെക്കണ കോലത്തിലേക്ക് പോകണം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്ത് ചെയ്ത് യാത്ര തിരിച്ചിട്ടോ. കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മൾ ഒരു വേം അവിടെ എത്തീന്. എന്താ പറയുക, അവിടെ എത്തി ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി. പിന്നെ ഒരു 5-6 മണി വരെ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ ബസ്സിൽ തന്നെയാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോകുന്നു. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ബൈ, അസ്സലാമു അലൈക്കും.